എന്റെ ശരീരം ഞാൻ മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ടി വന്നു. മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വിളിക്കുമ്പോൾ ഒബിയസ്ലി ഒരു പയ്യൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുമല്ലോ. മലയാള സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംവിധായകൻ, അയാൾ എന്നെ വിളിക്കുന്നു, ഹോട്ടൽ റിസപ്ഷൻ എന്നെ ഇഗ്നോർ ചെയ്യുന്നു. അപ്പൊ പുള്ളിക്ക് കാണാനുള്ള ആഗ്രഹം, മേ ബി എന്നോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം പുള്ളി റൂമിലേക്ക് വിളിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നെ നെയ്ക്കഡ് ആയിട്ട് കാണുന്നു, പിന്നെ അതുപോലെ എന്റെ ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കത് കൂടുതൽ പറയാൻ പറ്റില്ല. അയാൾ എന്നെ അബ്യൂസ് ചെയ്യുകയും ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത്, ഇത്രയും വലിയൊരു സംവിധായകൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒബിയസ്ലി നമ്മളത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാത്രി വരെ എന്റെ സൗന്ദര്യത്തെക്കുറിച്ചും എന്റെ ശരീര ഭംഗിയെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി രാവിലെ എന്നോട് പറയുന്നു, ഐ ഡോണ്ട് ഹാവ് എ ടൈം, ഹൗ മച്ച് മണി യു വാണ്ട്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് നിന്ന് സജീറാണ് ആരോപണമായി രംഗത്തെത്തിയിരുന്നത്. ഇപ്പൊ സജീർ മൂവി വേൾഡിനോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. സജീർ ഇന്നലെ കുറെ മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് നൽകുകയുണ്ടായി. താങ്കളെ രഞ്ജിത്ത് വളരെ മോശമായ രീതിയിൽ തന്നോട് ബിഹേവ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ശാരീരികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന, എനിക്ക് ഇന്നലെ ഞാൻ ഈ പ്രസ്താവന ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. ഈ ഒരു തുറന്നു പറച്ചിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു സ്ട്രെങ്ത്, അഥവാ മറ്റുള്ളവർക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം, ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരു സിനിമയിൽ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഞാൻ മിസ്റ്റർ രഞ്ജിത്തിന്റെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ആ ഒരു അവസരം പുള്ളി അത് വേറെ രീതിയിൽ ഉപയോഗിച്ചു. പുള്ളിയുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി എന്നെ ഉപയോഗിച്ചു. അതാണ് സത്യം. അപ്പൊ ഇതിൽ എനിക്ക് വിഷമമുള്ള ഒരു കാര്യം, എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സിനിമ എന്ന ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹിച്ച എനിക്ക് എന്റെ ശരീരം ഞാൻ മറ്റുള്ള അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ടി വന്നു. 2012 2012 ഡിസംബറിലാണ് സംഭവം നടക്കുന്നത്. ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ പോയ ആൾക്കൂട്ട തിരക്കില് അവര് അതിൽ രഞ്ജിത്തും മമ്മൂക്കയോ കാവ്യമാധവൻ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഇത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്നെ വിളിച്ചിട്ട് മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ആഗ്രഹം അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വിളിക്കുമ്പോൾ ഒബിയസ്ലി ഒരു പയ്യൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുമല്ലോ. സോ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ഇതിന്റെ പേരിൽ ഞാൻ അവിടെ പോവുകയും ഉള്ളിലേക്ക് അവിടെ മമ്മൂക്കി എല്ലാവരും ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ രഞ്ജിത്തിന്റെ അടുത്തേക്കാണ് അവർ എന്നെ പറഞ്ഞയച്ചത്. പുള്ളി എന്നെ കണ്ടു, എന്നോട് എന്താ ചെയ്യുന്നത്, എന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഈ അന്വേഷിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി എനിക്ക് അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു. എന്നെ വിളിക്കരുത്, എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ചുറ്റും ആളില്ലായിരുന്നു? ഈ കാവ്യമാധവൻ പോലെ മമ്മൂക്ക അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചത് ആ വീടിന്റെ ഉള്ളിലെ ഹാളിലേക്കായിരുന്നു. ആ ഹാളിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഹാളിലേക്ക് പോയപ്പോ അവിടെ രഞ്ജിത്ത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ടിഷ്യൂ താങ്കൾ സൂക്ഷിച്ചു വെച്ച് പിന്നീട് മെസ്സേജ് അയച്ചു? അതെ, ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പൊ പുള്ളിയുടെ കുറച്ച് ആഗ്രഹങ്ങൾ, എന്നെ കാണണമെന്നും മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഒരുക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കരുതിയത് ഒരു ഓഡിഷൻ പോലെ, ചിലപ്പോ നമ്മളെ കണ്ടു കഴിഞ്ഞൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ, പുള്ളി എന്നെ പറഞ്ഞിരുന്നു വളരെ അട്രാക്റ്റബിൾ ആണ്, സോ ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും അവസരം നമുക്ക് നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അതെല്ലാം എന്റെ ആഗ്രഹമായിരുന്നു. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഫൈനൽ എംബിഷൻ ആണല്ലോ. സോ അതിന്റെ ബേസിലാണ് പോയത്. ഇതിനുശേഷമാണ് ബാംഗ്ലൂർക്ക്, താങ്കളുടെ പരാതിയിൽ പറയുന്ന പോലെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയാമോ? ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയി. ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്ന് അവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈമിനാണ് ഞാൻ അവിടെ ഒരു 8 മണി 9 മണി ആയപ്പോൾ അവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള താജ് ഹോട്ടലിലേക്കാണ് വരാൻ പറഞ്ഞത്. അവിടെ പോയപ്പോ അവര് ഞാൻ കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി ചാമിങ് ആൻഡ് യങ് ആയിരുന്നു. അപ്പോൾ ഇവര് ഞാനൊരു 9:30-10 മണിക്ക് അവിടെ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവര് പറഞ്ഞു അങ്ങോട്ട് വരാൻ പറ്റില്ല, പിന്നെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, വിസിറ്റേഴ്സിന് ഈ സമയത്ത് അലൗഡ് അല്ല. അപ്പൊ രഞ്ജിത്തിനോട് റിസപ്ഷനിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ പുള്ളി എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പിന്നിലൂടെ ഉള്ള വഴിയിൽ കഫ്റ്റേരിയന്റെ ബാക്കിലൂടെ സ്റ്റെയർ കേസ് ഉണ്ട്,
അതുവഴി മുകളിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് കോറിഡോർ വഴിയാണ് ഞാൻ റൂമിലേക്ക് പോകുന്നത്. ഇറ്റ്സ് എ ടോട്ടലി ഇല്ലീഗൽ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ അവിടെ പോയതിന്റെ ഒരു എവിഡൻസും ഉണ്ടാവില്ല. അത്രയും ആ ഒരു രീതിയിലാണ് പുള്ളി എന്നെ ഉള്ളിലേക്ക് അവർക്ക് അത്രയും ആ ഹോട്ടൽ പരിചയമുള്ള രീതിയിലാണ് എനിക്ക് എൻട്രൻസിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പുറകിൽ കൂടെ വരാൻ പറഞ്ഞു, സ്റ്റെയർകേസ് വഴി വരാൻ പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് സംശയമൊന്നും തോന്നിയില്ല? കാരണം ഇത്രയും വലിയൊരു സംവിധായകൻ ഇങ്ങനെ പുറകു വഴി വന്ന് കണ്ടുവിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു എന്തെങ്കിലും ഉള്ളിലൊരു ഒരു ഫീല് തോന്നിയിരുന്നോ? എന്റെ ആ ഏജിൽ എനിക്ക് വളരെ ഭയം തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്കൊരു ഭയം തോന്നിയിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംവിധായകൻ, അയാൾ എന്നെ വിളിക്കുന്നു, ഹോട്ടൽ റിസപ്ഷനിൽ എന്നെ ഇഗ്നോർ ചെയ്യുന്നു. അപ്പൊ പുള്ളിക്ക് അത്രയും കാണാനുള്ള ആഗ്രഹം, മേ ബി എന്നോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം പുള്ളി റൂമിലേക്ക് വിളിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സോ ഒബിയസ്ലി ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഇത് ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ ഞാൻ റൂമിൽ പോയ സമയത്ത് അദ്ദേഹം കുറച്ച് ആൽക്കഹോളിക് ഡ്രിങ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രിങ്ക്സ് കഴിക്കുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞപ്പം ഞാൻ അത് കഴിച്ചു. 2 വട്ടം കഴിച്ചപ്പോ തന്നെ എന്റെ ഏകദേശം ഞാൻ കുറച്ച് അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി സെക്ഷുവലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നെ നെയ്ക്കഡ് ആയിട്ട് കാണുന്നു. പിന്നെ അതുപോലെ എന്റെ ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കത് കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ചത് വളരെ പ്യുവർ ആയിട്ട് അയാൾ എന്നെ അബ്യൂസ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും ആ ട്രോമ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഞാൻ എത്ര കാലം കഴിഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കരിയറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ആഗ്രഹിച്ചിട്ട് കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ പോവുകയും ആ രാത്രി എനിക്കുണ്ടായ ഇത് വളരെ ഇറ്റ് ഈസ് റിയലി പെയിൻഫുൾ. അങ്ങനെ ഞാൻ ഇമോഷണലി എനിക്കത് വളരെ ഇതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ വളരെ വിഷമമുണ്ട് എനിക്ക്. ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 പെഗ് കഴിച്ചിരുന്നു താങ്കള്. അപ്പോൾ താങ്കൾക്ക് എന്താണ് പറയുന്നത്, ശാരീരികമായി എതിർക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ബോധമുണ്ട്, എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധമുണ്ട്. ഓക്കെ, ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഈ ശാരീരികമായി ഉപയോഗിച്ചു എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അല്ല, പുള്ളി എന്നോട് ഡ്രസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഡ്രസ് എല്ലാം റിമൂവ് ചെയ്യാൻ പുള്ളി എന്റെ അടുത്ത് എന്റെ ശരീരത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം പുള്ളിക്ക് കുറച്ച് എന്റെ പിക്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പിക്സ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ അവിടെ നടി രേവതിയെ കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അത് എന്റെ പിക്സ് എടുക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, ഞാൻ ഒരാൾക്ക് നിന്റെ പിക്സ് അയച്ചു കൊടുക്കുന്നുണ്ട്, നിന്റെ ഈ നൈക്കഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ ബോഡി സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പിക്സ് ഒക്കെ എടുക്കുന്നത്. ആ സമയത്തൊന്നും ഞാൻ മാനസികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാം ഇറ്റ്സ് ഫൈനൽ ഗോസ് ടു ഐ എം ഗെറ്റിംഗ് എ ചാൻസ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക, ഐ എം ഗെറ്റിംഗ് എ ചാൻസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പോഴും എതിർക്കാനല്ല, ഞാൻ വേണ്ട സാർ എന്ന് പറഞ്ഞു 2-3 വട്ടം. എനിക്ക് അത് പറയാനല്ലേ പറ്റൂ. രാത്രി ബാംഗ്ലൂർ പോലത്തെ ഒരു നഗരം, എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം, എനിക്ക് ഷെൽട്ടറിന് വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഞാൻ ഇനി എന്തെങ്കിലും രീതിയിൽ അത് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല ഞാൻ അവിടെ ചെക്കിൻ ആയ കാര്യം, അല്ലെങ്കിൽ ഞാൻ ആ റൂമിൽ പോയ കാര്യം. ബിക്കോസ് എല്ലാം ഇൻഡയറക്ഷൻ ആയിരുന്നു. ഐ മീൻ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അവിടെ പോയ കാര്യങ്ങളൊന്നും. നടി രേവതിയുടെ കാര്യം പറഞ്ഞു, രേവതിക്കാണ് അയക്കുന്നതെന്ന് അദ്ദേഹം താങ്കളുടെ കേക്ക് പറഞ്ഞു. അതെ. എന്താണ് പറഞ്ഞത്? എക്സാക്ട് വേർഡ് എന്തായിരുന്നെന്ന്? ഇല്ല, പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പുള്ളിക്ക് അവരുമായിട്ട് നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് എനിക്കറിയാം. അതുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞത് ഞാൻ ഇതൊരാൾക്ക് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആർക്കാണെന്ന് ചോദിച്ചപ്പോ ഒരു ആക്ട്രസിനാണെന്ന് പറഞ്ഞു. പിന്നെ അത് പുള്ളിയുടെ അൺകോൺഷ്യസ് മൈൻഡിലായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞത് രേവതിക്കാണ്. രേവതി നിന്റെ പിക്ചേഴ്സ് കണ്ടു, ഷീ ഈസ് വെരി ലൈക്ക് ഇറ്റ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ദാറ്റ് വാസ് ഹാപ്പൻ. അപ്പൊ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് ഇത്രയും വലിയൊരു സംവിധായകൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒബിയസ്ലി നമ്മളത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ അവര് ഡയറക്ടേഴ്സ് ആണ്, അവര് ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഞാൻ ഷർട്ട്ലെസ് ആയിരുന്നു. പക്ഷെ ഇതിലപ്പുറം ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് കൂടുതലായിട്ട് അതില് നോ പറയേണ്ട ഒരു അവസ്ഥ വരാതിരുന്നത്. പിന്നീട് ബോധം വീണ് നേരം വെളുത്ത് എണീറ്റപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? നേരം വെളുത്ത സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, എനിക്ക് സമയമില്ല, എനിക്ക് പോവാനുണ്ട്, പുറത്ത്
പോവാനുണ്ട്. സോ അതുകൊണ്ട് നീ പെട്ടെന്ന് പോണം, നിനക്ക് എന്താ പൈസ എന്താണ് വേണ്ടത്, ക്യാഷ് എന്തെങ്കിലും വേണോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അത് എന്നെ വല്ലാതെ ഷോക്ക് ചെയ്തു. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നോട് അങ്ങനെ ഒരു രീതിയിൽ പെരുമാറുന്നു. കാരണം ഇന്ന തലേന്ന് രാത്രി വരെ എന്റെ സൗന്ദര്യത്തെ കുറിച്ചും എന്റെ ശരീര ഭംഗിയെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി രാവിലെ എന്നോട് പറയുന്നു, ഐ ഡോണ്ട് ഹാവ് എ ടൈം, വാട്ട് ഹൗ മച്ച് മണി യു വോണ്ട്, ആൻഡ് ഹി ടേക്കിംഗ് ഓപ്പൺ ദ ബാഗ് ആൻഡ് ഹി കൗണ്ടിങ് ദ മണി. സോ ഞാൻ അപ്പൊ സർ എനിക്ക് പൈസ എന്തിനാ, ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എനിക്ക് അവസരമാണ് ആവശ്യം. സോ അതെന്നെ വല്ലാതെ ഷോക്ക് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ട്രോമാറ്റിക് നമ്മളെ ഒരു രാത്രി അയാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നു. അതിന് വളരെയധികം വിഷമമുണ്ട്. സോ ഇപ്പൊ എനിക്ക് അതൊരു തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വന്നു. തീർച്ചയായിട്ടും ഞാൻ നാളെ രാവിലെ IPS ഓഫീസർ കൊച്ചിയിൽ ഒരു സ്പെഷ്യൽ ടീം വരുന്നുണ്ട്. ഞാൻ നാളെ രാവിലെ ഈ കാര്യങ്ങൾ മൊത്തം അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മൊഴി നൽകും. നാളെ 11:15 അവർ വന്ന് എന്റെ മൊഴിയെല്ലാം രേഖപ്പെടുത്തും. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പൊ പറഞ്ഞു ചാൻസ് കിട്ടുമെന്നുള്ള ഒരു ഇതിലാണ് ഏറ്റവും വലിയ ആഗ്രഹത്തിന് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ സമ്മതിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത് സ്ത്രീകള് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം പല സ്ത്രീകളും തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ സമൂഹം വേറൊരു രീതിയിൽ അവരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ചാൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണോ, നിങ്ങൾക്ക് നോ പറഞ്ഞുകൂടെ, ബാഗിൽ കുറെ നോ ഇട്ടിട്ട് നോ പറഞ്ഞുകൂടെ എന്ന് പറയുന്നുണ്ട്. ഒരു പുരുഷനായ താങ്കൾക്ക് അത് പറ്റുന്നില്ല, അപ്പൊ എങ്ങനെ ഒരു സ്ത്രീക്ക് പറ്റുമെന്നാണ് കരുതുന്നത്? എല്ലാ പുരുഷന്മാരും ഒരേ സ്ട്രെങ്ത്തും ഒരേ ബോൾഡും ഉള്ള ആളുകളായിരിക്കണം എന്നില്ല. 5 ഫിംഗേഴ്സ്, 5 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിംഗേഴ്സ്. നമുക്ക് എല്ലാ പുരുഷൻ എന്ന് പറയുന്നത് വളരെ മസ്കുലർ ആയിട്ടും ഗട്സ് ഉള്ളതുമായ പുരുഷന്മാരാണ് എല്ലാവരും കരുതരുത്. ചില ആളുകൾക്ക് ചില സോഫ്റ്റ്നെസ് കോർണർ, ചില സ്വഭാവത്തിലും അവരുടെ ശാരീരിക എല്ലാ പ്രകടനത്തിലും ചിലപ്പോൾ വ്യത്യാസം വരാം. എന്റെ കാര്യത്തിൽ ഞാൻ വളരെ സോഫ്റ്റ് ആണ്. ഞാൻ ചെറുപ്പം തൊട്ടേ സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒന്നിനും നോ പറയാനല്ല, എനിക്ക് ഞാൻ ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് ടോട്ടലി യു ഫീൽ ടു ബി കൈൻഡ് ടു പീപ്പിൾ, യു സോഫ്റ്റ് ടു പീപ്പിൾ, യു നൈസ് ടു പീപ്പിൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് അത് നോ പറയാനോ അല്ലെങ്കിൽ തടുക്കാനോ അവരെ മർദ്ദിക്കാനോ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി സ്റ്റേജിലുള്ള ഒരു പുരുഷനല്ല ഞാൻ. എല്ലാവരും അങ്ങനെ ആയിരിക്കും. സോ എന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഐ ആം അൺഎബിൾ ടു ഡു ഇറ്റ് ദോസ് തിങ്സ്. പിന്നീട് ആരോടെങ്കിലും ആ സമയത്ത് പറഞ്ഞിരുന്നോ? കാരണം ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്രോമയിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇത് പറയാനുള്ള ഒരു ശക്തി ആർജിച്ചു വരുന്നതിന് മുമ്പ് എത്രത്തോളം ട്രോമയിലാണ് തിരിച്ചു വന്നതിന് ശേഷം? വളരെ വളരെ ഒരു 1 വീക്ക് ഞാൻ എനിക്ക് ശരിക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഇദ്ദേഹത്തെ കാലിക്കറ്റ് എത്തിയതിനു ശേഷം ഞാൻ 2-3 മെസ്സേജുകൾ അയച്ചു. പിറ്റത്തെ ദിവസം അയച്ചു. അപ്പോഴൊക്കെ എനിക്ക് റീപ്ലൈ ഒന്നുമില്ല. ഒരു ദിവസം എനിക്ക് റീപ്ലൈ വന്നു, ഡോണ്ട് സെൻഡ് മീ മെസ്സേജസ്, ഡോണ്ട് കോൾ മീ ഇൻ ദിസ് നമ്പർ, ഐ ആം രഞ്ജിത്ത് വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. സോ അപ്പൊ എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് എ പ്യൂർ ആൻഡ് ക്ലിയർ ഇഗ്നോറൻസ്. അത് രഞ്ജിത്ത് തന്നെ അയച്ചതാണെന്ന് എനിക്ക് 100% ഉറപ്പ്. പിന്നീട് ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല? കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം, അവസരങ്ങൾ നമ്മളെ തേടി നമ്മൾക്ക് സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മൾക്ക് കഴിവുകളോ എന്തുണ്ടെങ്കിലും യു ഹാവ് ടു ഷെയർ ദ ബെറ്റ് ടു എനി വൺസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി. അതാണ് എനിക്ക് ഇത് ഒരാളെ കുറിച്ചല്ല, ഇതിന് എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാം, ഞാൻ ഓൾറെഡി അത് മൊഴി നൽകുന്നതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മുടെ കഴിവോ ഒന്നും അല്ല. ഇതേ രീതിയിൽ ഫിലിം ഫീൽഡിൽ നിന്ന് വേറൊരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഈ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തി എന്നോട് അതേപോലെ തന്നെ തിരിച്ചു പെരുമാറി. സോ അത് ഞാൻ ഇതിന് ശേഷം ഒരു 4-5 വർഷത്തിന് ശേഷം, അഥവാ റീസെന്റ് നടന്ന സംഭവമാണ്. അത് ഞാൻ ഓൾറെഡി മൊഴി നൽകാം. അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ എന്റെ വീഡിയോക്ക് താഴെ കുറെ കമന്റ് ഞാൻ കണ്ടു, ഇത് ജെന്യൂൻ അല്ല, ഇത് ഒരു വ്യക്തിയുടെ ശരീരം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് അദ്ദേഹം മിസ്യൂസ് ചെയ്തതാണ്. ഈ കാര്യം ഒരാളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ആരുടെ എന്താ പറയാ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, എനിക്കുണ്ട് ഫാമിലി, എനിക്ക് ഫ്യൂച്ചർ ഉണ്ട്, എനിക്ക് കരിയർ ഉണ്ട്, ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയണമെങ്കിൽ ഞാൻ അതിന് വിക്റ്റിമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് തുറന്നു പറയുന്നത്. തുറന്നു പറയാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇത്രയും കാലങ്ങൾക്ക് ശേഷം അത് പറയാൻ ഒരു റിപ്പോർട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി അതുപോലെ പാർവതി തിരുവോത്ത്, ഐ അപ്രീഷിയേറ്റഡ് ഹെർ ഗിവിംഗ് ഓൾ ദ. പക്ഷെ ഞാൻ ഈ രേവതിയുടെ വിഷയം പറഞ്ഞതിന് ശേഷം
എനിക്ക് പാർവതിയിൽ നിന്ന് റെസ്പോണ്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരു റെസ്പോണ്ടും കിട്ടിയിട്ടില്ല. ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ബട്ട് ദർ ഇസ് നോ റെസ്പോൺസ്. മേ ബി WCCയുടെ അംഗം ആയതുകൊണ്ടായിരിക്കണം, മേ ബി എനിക്കറിയില്ല. ഞാനൊരു സപ്പോർട്ട് എന്ന നിലയിൽ ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതെനിക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഒറ്റക്കാണല്ലോ ഇതെല്ലാം പോരാടിയത്. സോ ഹോപ്പ്ഫുള്ളി ഓക്കെ, എന്തായാലും ഇതുവരെ ജീവിതത്തിലുണ്ടായ ട്രോമകളെ തരണം ചെയ്തു. മറ്റൊരാളുടെ അടുത്ത് വീണ്ടും പരാതി പറയാൻ ചെന്നപ്പോൾ അദ്ദേഹവും ഇതേ രീതിയിൽ തന്നെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ട്രോമകളെ തരണം ചെയ്ത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞത് തന്നെ മറ്റുള്ള കുറെ ആളുകൾക്ക്, അതായത് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അതായത് ഐഡന്റിറ്റി വെളിവാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ട്, അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.